ആണും പെണ്ണും ഇടകലരുന്നിടത്ത് എന്ത് ചെയ്യണം? ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണമെന്നാണ്. ഇപ്പോൾ ഇഖ്തിലാത്ത് എന്ന് പറയും, ഈ കൂടിക്കലരുക. ഈ കൂടിക്കലരൽ പാടില്ല എന്നാണ് ശരിക്കും വേണ്ടത്. പക്ഷെ കൂടിക്കലരാൻ പാടില്ല എന്നതിൻ്റെ ഒരു ഹദീസോ ആയത്തൊന്നും നമ്മൾ തിരഞ്ഞാൽ കാണില്ല. ഒരാണും പെണ്ണും ഒന്നിച്ച് സംസാരിക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, ഒപ്പുണ്ടാവാൻ പാടില്ല എന്നിനും നമ്മൾ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ആവശ്യഘട്ടങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പരസ്പരം ഇടപഴകേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സ്ത്രീകളോട് പറഞ്ഞത് വക്കുലിന കൗല മാറൂഫ, നല്ല വാക്ക് പറഞ്ഞോളി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സംസാരങ്ങളും ബന്ധങ്ങളും മറ്റൊരു തലത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അതാണ്. അപ്പോൾ അതിൽ ഒന്നാണ്, ഇപ്പോൾ നമ്മളൊരു 5-6 ആൾക്കാരിൽ നിന്ന് സംസാരിക്കുകയാണ്, അതിലൊരു പെണ്ണുണ്ട്, ഒരാണുണ്ട്. സ്വാഭാവികമായും എന്ത് ചെയ്യും? നമ്മളൊരു പൊതുവിഷയം സംസാരിക്കുള്ളൂ. അങ്ങനെ ഓരോരുത്തർ എഴുന്നേറ്റ് അങ്ങനെ പോയി. അവസാനം എന്ത് ചെയ്തു? ഒരാണൊരു പെണ്ണും ഒറ്റക്കായി. പിന്നീട് അവർ സംസാരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക അറിയോ? നേരത്തെ വിഷയങ്ങളൊന്നും അവർ സംസാരിക്കൽ, പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടക്കും. എവിടെയാണ് വീട്, എന്താ വർത്താനം, എങ്ങനെയാണ്, വിവാഹം കഴിച്ചിട്ടുണ്ടോ, എന്താണ് വിവാഹത്തിൻ്റെ കാഴ്ചപ്പാട്, എന്താണ് സംഗതി, എത്ര പ്രായമായി. അപ്പോൾ പിന്നെയുള്ള സംസാരങ്ങൾ ക്രമേണ എന്താകും? അത് അവർ തമ്മിലുള്ള ഒരു മാനസിക ബന്ധത്തിലേക്കും ആകർഷണത്തിലേക്കും പോകും. അതാണ് ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ. അതുമാതിരി നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരത്തിൻ്റെ തലങ്ങൾ മാറും. ഇപ്പോൾ ഫോൺ കൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ചാറ്റ് ചെയ്യുമ്പോൾ 2 ആൾ മാത്രമേ കേൾക്കണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? അവിടെ ചാറ്റിങ്ങിൻ്റെ തലങ്ങൾ മാറും. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ആണും പെണ്ണും ഇടപഴകുന്നത് സൂക്ഷിക്കുക എന്നുള്ളത്, ആ ഇടപഴകുമ്പോൾ സംഭവിക്കുന്ന തിന്മകൾ മാത്രമല്ല, അത് പിന്നീടൊരു ബന്ധത്തിലേക്കും അവിഹിതത്തിലേക്കും സാധ്യത ഉണ്ടാവും.